ഷാലോം ടിവിയിൽ ഷെക്കൈന മിനിസ്ട്രീസിന്റെ നേതൃത്വത്തിൽ മഹത്വത്തിൻ സാന്നിധ്യം എന്ന പേരിൽ ദൈവവചന പ്രഘോഷണവും ആരാധനയും നടത്തി തുടങ്ങിയതിന്റെ 100ാമത്തെ എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയും വചന ശുശ്രൂഷയും വഴി മഹത്വത്തിന്റെ സാന്നിധ്യം ഒരുപാട് ദൈവജനത്തിന് അനുഭവവേദ്യമാകുവാൻ സാധിച്ചു എന്നതിൽ ദൈവത്തിന് ഞങ്ങൾ മഹത്വം അർപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഷെക്കീന അഥവാ ദൈവത്തിന്റെ സാന്നിധ്യം, മഹത്വത്തിന്റെ സാന്നിധ്യം എന്ന വാക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്നത്തെ ജനത്തിന് ഈ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥമായ മഹത്വം ഉണ്ടാകുന്നതും സന്തോഷമുണ്ടാകുന്നതും. ലോക ചരിത്രത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഏറ്റവും പ്രകടമായി അനുഭവവേദ്യമായത് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിലാണ്. ഇന്ന് ഈ മഹത്വത്തിന്റെ സാന്നിധ്യം സഭയിലൂടെ തുടരുകയാണ്. ഇന്ന് ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യം വചനത്തിലൂടെ തുടരുകയാണ്. പ്രത്യേകമായ വിധത്തിൽ കൂദാശകളിൽ, അതിലും ഏറ്റവും പ്രത്യേകമായ വിധത്തിൽ പരിശുദ്ധ കുർബാനയിൽ ദൈവത്തിന്റെ സാന്നിധ്യം, മഹത്വത്തിന്റെ സാന്നിധ്യം അനുഭവവേദ്യമാവുകയാണ്. അതുകൊണ്ടാണ് ഷെക്കൈന മിനിസ്ട്രിയിൽ മഹത്വത്തിൻ സാന്നിധ്യത്തിൽ 2 പ്രത്യേക കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് മഹത്വത്തിന്റെ സാന്നിധ്യം, ദൈവസാന്നിധ്യം പ്രകടിതമാക്കാനുള്ള ശുശ്രൂഷകൾ നടത്തുന്നത്. പ്രത്യേകിച്ച് വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം പ്രകടമാകുന്ന പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെ വലിയ സന്തോഷമുണ്ട്, വളരെ വലിയ സന്തോഷമുണ്ട്. 100ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെയേറെ ദൈവജനത്തിന് ഈ മഹത്വത്തിന്റെ സാന്നിധ്യമായ ദൈവത്തെ, ദൈവപുത്രനെ വചനത്തിലൂടെ, കൂദാശകളിലൂടെ, ആരാധനയിലൂടെ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതിന് എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഈ ആശംസയുടെ അവസരത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം സമൃദ്ധമായി ദൈവമഹത്വം ലഭിക്കാൻ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. കഴിഞ്ഞ ദിവസം സന്തോഷ് ബ്രദർ എന്നെ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, മഹത്വത്തിൻ്റെ സാന്നിധ്യം നമ്മൾ സമാരംഭിച്ചിട്ട് 100 എപ്പിസോഡുകൾ പൂർത്തിയാകുകയാണ്. ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ നിറഞ്ഞ് പ്രവഹിച്ച ആനന്ദത്തിനും അഭിമാനത്തിനും പരിധികളില്ല. ഒരുപക്ഷെ സന്തോഷാദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ എന്നോട് പങ്കാളിയാകണമെന്ന് സമീപിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞപ്പോഴും സന്തോഷിൽ ഞാൻ കണ്ടത് കർത്താവിൻ്റെ സുവിശേഷത്തിലെ കർത്താവ് ചോദിച്ചില്ലേ, എവിടെ നിന്നാണ് നമ്മൾ അപ്പം വാങ്ങിക്കുക? ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. അപ്പസ്തോലന്മാർ കർത്താവിനോട് ഉടക്കുകളാണ് പറഞ്ഞത്. സ്ഥലം വിജനമാണ്, സമയം സന്ധ്യയാണ്, ബഡ്ജറ്റ് കാലിയാണ്. സന്തോഷിനെ പോലെ ഒരു യുവ സുഹൃത്ത് കർത്താവിൻ്റെ സുവിശേഷം സർവ്വജനങ്ങളെയും പ്രത്യേകിച്ച് ഷാലോം ടിവിയിലൂടെ അറിയിക്കാനായിട്ട് ഏറ്റെടുക്കുന്ന ഈ വെല്ലുവിളി കർത്താവിൻ്റെ വലിയ ദൗത്യത്തോട് സഹകരിക്കാൻ തയ്യാറായ പിഞ്ചു ബാലന്റെ സമർപ്പണത്തോടാണ് ഞാൻ പരിഗണിക്കുന്നത്. കർത്താവ് ആ സമർപ്പണത്തെ കഴിഞ്ഞ 100 എപ്പിസോഡുകളിലായിട്ട് എടുത്തുയർത്തി, വാഴ്ത്തി, വിഭജിച്ച് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്തതിനോർത്ത് കർത്താവിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഈ ശുശ്രൂഷകൾ എന്തുമാത്രം പ്രചാരത്തിലെ എത്തിയെന്നുള്ളത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. ഞാനിന്ന് പോകുന്നിടത്തൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ പറയുന്നത്,
പിതാവ് ഷാലോമിലെ മഹത്വത്തിന്റെ സാന്നിധ്യത്തിൽ വരുന്ന പിതാവല്ലേ. അത് കേൾക്കുമ്പോൾ എനിക്ക് ആത്മാഭിമാനം തോന്നാറുണ്ട്. ഈ ശുശ്രൂഷ എന്തുമാത്രം ജനങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഷാർജയിലും ദുബായിലും ദുഗ്രാന പെരുന്നാളിനോടനുബന്ധിച്ച് ചെന്നു കഴിഞ്ഞപ്പോഴും അവിടെയുള്ള ആളുകളൊക്കെ ഏറെ ആർത്തിയോടുകൂടെയാണ്, ഏറെ വാത്സല്യത്തോടു കൂടിയിട്ടാണ് ഈ ശുശ്രൂഷയെ നെഞ്ചിലേറ്റുന്നത്. ഒരുപക്ഷെ കർത്താവിനെ സംവഹിച്ച ഓശാനയിലെ കഴുത നമ്മളാണെന്ന് എനിക്ക് തോന്നുന്നത്. മഹത്വത്തിന്റെ സാന്നിധ്യമെന്ന ഈ കഴുതപ്പുറത്ത് കർത്താവ് തന്റെ ജനത്തെ കാണാനും ജെറുസലേമിലേക്ക് പ്രവേശിക്കാനും നമ്മയൊക്കെ ജെറുസലേമിലേക്ക് ആനയിക്കാനും കാരണമാക്കിയതിനെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. ഷാലോമിലൂടെ ഈ ശുശ്രൂഷയെ സ്വീകരിക്കാൻ സന്മനസ് കാണിച്ച ഷാലോമിന്റെ ശുശ്രൂഷകരെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഈ ശുശ്രൂഷ ഇനിയും കരം പിടിച്ച് കർത്താവ് നടത്താനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയ്ക്ക് സഹകരിക്കുന്ന എല്ലാവരോടും ഏറെ നന്ദിയോടുകൂടെ കടപ്പാടോടുകൂടെ ഞങ്ങൾ ആശംസകൾ നേരുകയാണ്. ഇനിയും ഈ ശുശ്രൂഷ ദൈവജനത്തിന് ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധിക്ക്, വിമോചനത്തിന്, നന്മയ്ക്ക്, മാനസാന്തരത്തിന്, നവസുവിശേഷവൽക്കരണത്തിന്, പുതിയ പന്തക്കുസ്താക്ക് കാരണമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം കറ്റപ്പ. ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് ഇന്നേ ദിവസം ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. അതിന് പ്രത്യേകമായ ഒരു കാരണമുണ്ട്. ഷാലോം ടെലിവിഷനിലൂടെ മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങിയതിന്റെ 100ാമത്തെ എപ്പിസോഡിലാണ് ഇന്നേ ദിവസം നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് സന്തോഷത്തിന്റെ ദിവസമാണ്. നമുക്ക് പ്രത്യേകമായി ഷാലോമിനെ ഓർത്തും ഷാലോമിനെ ദൈവം ഈ നാളുകളിൽ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്തും നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കൊക്കെ പ്രത്യേകമായി കാരണമായി തീർന്ന തൃശൂർ അതിരൂപതയുടെ അഭിവന്യ പിതാക്കന്മാരെ, താഴ്ത്തു പിതാവിനെയും തട്ടിൽ പിതാവിനെയും ഓർത്ത്, ഒപ്പം വത്സല പിതാവ് തൂങ്ങിഴി പിതാവിനെയും എല്ലാ ബഹുമാനപ്പെട്ട അഭിഷിക്തരായ വൈദികരെ ഓർത്തും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. കാരണം അഭിവന്യ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും ആശീർവാദവും പ്രോത്സാഹനവുമെല്ലാം ഈ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് ഒരുപാട് കാരണമായി മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ വളരെ പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയെ കരുതിയ നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഒരു കുടുംബമായി നമുക്ക് ഒന്നു ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും കൃതജ്ഞതയുടെ ശുശ്രൂഷയായി ത്രിയേക ദൈവത്തിനെ നമുക്ക് സമർപ്പിക്കാം. ഈ ഒരു ബോധ്യത്തോടെ അല്പസമയം ഒന്നു ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വലിയ ആനന്ദത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ തേജസ്, അവന്റെ അത്ഭുതകരമായ സാന്നിധ്യം കുടുംബങ്ങളിലും ദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ലോക ജനത മുഴുവനിലും കത്തി കത്തി പടരുവാനായി ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കളെ ശക്തിയോടെ പാടി സ്തുതിക്കാം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം ദൈവ
ദൈവവചനത്തിനഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം മഹിമയിൽ രാജനെഴുന്നള്ളുന്നു മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി മഹത്വത്തിൻ കർത്താവേ പകരുക 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 കർത്താവേ തേജസ്സ് പകരുക മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിയെടുത്ത് സ്വരമുയർത്തി ശക്തിയോടെ മഹത്വത്തിൻ സാന്നിധ്യം ദൈവവചനത്തിൻ അഭിഷേകം അന്ധകാരാധിപത്യ പ്രബുദ്ധ ശക്തികളെ തകർക്കണമേ. അഭിഷേക സാന്നിധ്യം കൃപയുടെ സാന്നിധ്യം വചനത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു കവിയട്ടെ. ഇരു കരങ്ങളും ഉയർത്തി ഈ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മഹത്വത്തിൻ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന്റെ തേജസ്സിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവമക്കളെ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ദൈവമേ, മഹത്വത്തിന്റെ ദൈവമേ, മഹത്വത്തിന്റെ പിതാവേ, അവിടുത്തെ അഭിഷേക കരങ്ങൾ ഈ ശുശ്രൂഷണമേ നീട്ടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ ഈ നിമിഷം ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാലോമിന് അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അഭിവന്യ പിതാക്കന്മാരെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെ ഈ ശുശ്രൂഷയുടെ ഫലം ഏറ്റുവാങ്ങിയ അനേകം ആയിരം ദൈവ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രവർത്തിക്കണമേ, കരങ്ങൾ നീട്ടണമേ, വിശുദ്ധീകരിക്കണമേ. ശക്തിയോടെ പ്രാർത്ഥിക്കും മക്കളെ. ഇത് അനേകരിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്നു. ഏതൻ തോട്ടത്തിൽ നിറഞ്ഞു നിന്ന അതേ മഹത്വം സീനായ് മലമുകളിൽ ഇറങ്ങി വന്ന അതേ ദൈവ തേജസ്സിനാൽ അനേകം ജീവിതങ്ങളെ ഇതാ പരിശുദ്ധ സ്ത്രീത്വം നിറച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രവർത്തിക്കണമേ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. ഓരോ ശുശ്രൂഷകളിലേക്ക് വരിക. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്കും വരിക. അവരുടെ നിരവധിയായ ആവശ്യങ്ങളിലേക്ക്, പ്രാർത്ഥന വിഷയങ്ങളിലേക്ക് വരിക. Come, Holy Spirit, move, move. സ്നേഹത്തിന്റെ ആത്മാവായി, ആനന്ദത്തിന്റെ ആത്മാവായി, നന്ദിയുടെ ആത്മാവായി വ്യാപരിക്കുക, വ്യാപരിക്കുക. Move. Hallelujah, hallelujah, hallelujah. ആരാധന, 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 ആരാധന. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവ സാന്നിധ്യത്തിന്റെ തണലിൽ ആയിരുന്നുകൊണ്ട് കർത്താവിന്റെ വചനത്തെ നമുക്ക് സ്വീകരിക്കാം. മത്തായി ശ്രീ എഴുതിയ സുവിശേഷം 24 അധ്യായം 24 തിരുവചനത്തിൽ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്. കാരണം കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഒലിവുമലയിൽ കർത്താവായ ഈശോയും ശിഷ്യന്മാരും അവർ തനിച്ചിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, അങ്ങയുടെ പ്രത്യാഗമനത്തിന്റെ അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് അവരോട് പറയുന്നുണ്ട്. അതിന്റെ അവസാന സമയങ്ങളിൽ ഈശോ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞ തിരുവചനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരിയായി ഇന്ന് കർത്താവിന്റെ ഈ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. സഭാചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, സഭയുടെ ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലെല്ലാം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകരെല്ലാം കടന്നു വന്നിട്ടുണ്ട്. തെറ്റായ പ്രബോധനങ്ങൾ നൽകി അനേകം ദൈവമക്കളെ സത്യവിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിച്ചിട്ടുമുണ്ട്. എന്നാൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞ ഈ വചനം അതിന്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണിത്. ഈശോ പറഞ്ഞു, ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? കാലം അതിനന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ കള്ള ക്രിസ്തുമാരും ഞാൻ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് എന്റെ നാമത്തിൽ പലരും വരും, വ്യാജ പ്രവാചകന്മാര് പ്രത്യക്ഷപ്പെടും. അവിടെ ഈശോ ഊന്നി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതെന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു കാര്യമാണ്. ഈശോ എന്താ അവിടെ പറഞ്ഞത്? സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ പോലും വഴിതെറ്റിക്കുമാറ്, കർത്താവിന്റെ വിളി ലഭിച്ച, കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ പോലും വഴിതെറ്റിക്കുമാറ് ദുഷ്ടനായ പിശാചെ ആഞ്ഞടിക്കുമെന്ന് കർത്താവ് ആദ്യമേ തന്നെ മുന്നറിയിപ്പ് തരികയാണ്. വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. നിസാരപ്പെട്ട അത്ഭുതങ്ങളൊന്നല്ല, വലിയ അത്ഭുതങ്ങള്, വലിയ അടയാളങ്ങൾ കാണിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ പോലും വഴിതെറ്റിക്കുമാറ് പിശാച് പ്രവർത്തിക്കുമെന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു. നമുക്കിത് കാണാൻ പറ്റും. ഇന്ന് പ്രകൃതിയിൽ നമ്മളായിരിക്കുന്ന ഈ ഭൂലോകത്ത് എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങള്, ദുരിതങ്ങള്, വലിയ വലിയ ദുരന്തങ്ങള്, പല ലോകത്തിലെ പല ഭാഗങ്ങളിലും പ്രകടമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൂകമ്പങ്ങള്, ജലപ്രളയങ്ങള്, പല പ്രദേശവും വെള്ളത്തിനടിയിലായി പോകുന്നു, ശക്തമായ കൊടുങ്കാറ്റുകള്, ഭീകര പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ വിശ്വാസത്യാഗങ്ങള്, ഇതെല്ലാം ഒരുപാട് ഇന്ന് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും എല്ലാം ഇതിനോടുള്ള ബന്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ കഴിയാതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുന്ന ഒരു നിസ്സഹായതയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. ഇന്ന് എപ്രകാരമാണ് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം. വിശുദ്ധ ബൈബിളിൽ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിലോട്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, പറുദീസായുടെ അനുഭവത്തിൽ നിന്ന് ആദ്യ മനുഷ്യരെ പുറത്താക്കുവാനും മരണത്തെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനുമായി പിശാച് പ്രയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് നുണയായിരുന്നു. നുണ. ഇന്ന് നുണകളാകുന്ന വ്യാജമായ പ്രബോധനം കൊണ്ട് ലോകത്തെ മുഴുവൻ പിശാച് നിറച്ചിരിക്കുക. ഇന്ന് ഈ ലോകത്തെ നയിക്കുന്നത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നുണയുടെ ആത്മാവാണെന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയ മണ്ഡലങ്ങളിലോട്ട് നോക്ക്, സാംസ്കാരിക മണ്ഡലങ്ങളിലേക്ക്, സാമൂഹിക തലങ്ങളിലേക്ക്. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ എങ്ങോട്ട് നോക്കിയാലും എവിടെയും കാണാൻ കഴിയുന്നത് ഈ വ്യാജമായ ഒരു ആത്മാവ്, ഒരു ഡിസീവിംഗ് സ്പിരിറ്റ്, ഒരു വ്യാജത്തിന്റെ ആത്മാവ് എവിടെയും പരിവർത്തിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയും. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ആ വലിയ സർപ്പം സർവലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇന്ന് ഭൂമിയിൽ പിശാച് എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? വചനം വെളിപ്പെടുത്തുകയാണ്, അവൻ സകലരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ വഞ്ചിക്കുന്നു? നുണ പറഞ്ഞ്, വ്യാജമായൊരു കാര്യത്തെ റിയലായി ശരിയായി അവതരിപ്പിക്കുക.
ഇവിടെയാണ് ദൈവമക്കളെ ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. അല്ലെങ്കിൽ നമ്മളെല്ലാം തെറ്റിപ്പോകും. ഇന്ന് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് അറിയാത്ത വിധത്തിൽ അതുപോലെ തിന്മ പെരുകിക്കൊണ്ടിരിക്കുക, അശുദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കർത്താവിന്റെ ജനം ദൈവീക ജ്ഞാനത്തിൽ നിറയപ്പെടേണ്ടതിന്റെ ആവശ്യകത വെളിപ്പെടുകയാണ്. വെളിപാടിന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്, ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് പിശാചി ലോകത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് എന്തോരം കുഞ്ഞുമക്കളാണ് സാത്താന്റെ വഞ്ചനയിൽപ്പെടുന്നത്. അടുത്ത നാളുകളിൽ ഒരു സിനിമ, അതിൽ ഉള്ള ഒരു ക്യാപ്ഷൻ, കേരളം പ്രേമിക്കുകയാണ്. ഞാൻ വേദന കൊണ്ട് പങ്കുവയ്ക്കുക. വളരെ തിന്മ നിറഞ്ഞ മോശമായൊരു കാര്യത്തെ റീലായി അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വഴിയും മറ്റു പല വിധത്തിലും പിശാച് അവന്റെ രാജ്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള വ്യാജമായ കാര്യങ്ങളാൽ അനേകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ യുവജനങ്ങളെ അശുദ്ധിയുടെ പുതപ്പ് കൊണ്ട് പിശാച് മൂടിയിരിക്കുക. പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലെ ദൈവജനമായ നമ്മോട് പിശാചി നാളുകളിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പഠിപ്പിക്കുന്നുണ്ട്. 8-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ കൗശലം കൊണ്ട് അവൻ വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിൽ വിജയിക്കും. കൗശലം കൊണ്ട് വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിൽ അവൻ വിജയിക്കും. വീണ്ടും വചനം വെളിപ്പെടുത്തുന്നു, മുന്നറിയിപ്പ് കൂടാതെ അവൻ അനേകരെ നശിപ്പിക്കും. ഇന്ന് ഇതല്ല സംഭവിച്ചുകൊണ്ടിരിക്കണേ. ഇന്ന് അനേകരെ നശിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. എത്ര മാതാപിതാക്കള് പൊട്ടി തകർന്ന് കരഞ്ഞുകൊണ്ട് പലപ്പോഴും അവിടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. സഹോദര, പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ വഴിതെറ്റിക്കൊണ്ടിരിക്കുക. ദമ്പതികളെ നശിപ്പിക്കുന്നു. എന്തിന്? കർത്താവിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ലഭിച്ച ആത്മാക്കളെ പോലും ജീവിതങ്ങളെ പോലും ഇന്ന് പിശാച് ഇതുപോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. സമർപ്പണ ജീവിതം വിട്ട് ലൗകികതയിലും ജഡികതയിലും ജീവിക്കുന്ന അനേകം വ്യക്തികളെ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. നമ്മൾ ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇന്ന് സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ്, ഇതൊക്കെ സ്വാഭാവികമല്ലേ, ഇതൊക്കെ നടക്കും, ഇതൊക്കെ കാലത്തിന്റെ പ്രത്യേകതകളല്ലേ. എന്നാൽ തിരുവചനം ഈ വിഷയത്തോടെ ബന്ധത്തിൽ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? വീണ്ടും പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, ഇതുപോലെയുള്ള വഷളത്തരങ്ങളും മ്ലേച്ഛതകളും ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഭീകര പ്രവർത്തനങ്ങളെല്ലാം നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുന്നേ, അനേകർ ഈ അടയാളങ്ങൾ കണ്ട് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുള്ളവരാക്കുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാത്ത ചില മനുഷ്യരെ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുഷ്ടത പ്രവർത്തിക്കും. അവർ ഇതൊന്നും ഗ്രഹിക്കുകയില്ല. എന്നാൽ വചനം വെളിപ്പെടുത്തുകയാണ്, ജ്ഞാനികൾ ഇതെല്ലാം ഗ്രഹിക്കും. അതുകൊണ്ട് ദൈവമക്കളെ, മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരിയായി ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത് കർത്താവിന്റെ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് സോളമൻ പ്രാർത്ഥിച്ചത്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാമത്തെ തിരുവാക്യത്തിൽ സോളമന്റെ പ്രാർത്ഥന കാണാൻ പറ്റും. പരിശുദ്ധനായ പിതാവേ, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. ജ്ഞാനം ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ അവിടുത്തെ ഹിതമറിയും? ദുഷ്ടത നിറഞ്ഞ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ വിശുദ്ധിയോടെ സ്നേഹത്തോടെ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയണമെങ്കിൽ, നിത്യതയെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ കർത്താവിന്റെ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. പണമുണ്ടായതുകൊണ്ടോ അറിവുണ്ടായതുകൊണ്ടോ സമ്പത്തുണ്ടായതുകൊണ്ടോ സ്ഥാനമാനങ്ങൾ ഉണ്ടായതുകൊണ്ടോ ഈ ലോകത്തിന്റെ അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടായതുകൊണ്ടോ ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും കർത്താവിനായി പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഇവിടെ വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ എനിക്കും നിങ്ങൾക്കും നിലനിൽക്കാൻ കഴിയണമെങ്കിൽ കർത്താവിന്റെ ജ്ഞാനത്തിൽ, ജ്ഞാനമുള്ള മനസ്സായി
നമ്മളെല്ലാം രൂപാന്തരപ്പെടണം. ഇല്ലെങ്കിൽ ഈശോയുടെ വാക്കുകൾ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിക്കപ്പെടും. ഇതാരും മറന്നു പോകരുത്. അതിനായി ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ നാളുകളിൽ കർത്താവിന്റെ ജ്ഞാനം കൊണ്ടാണ് നമ്മളെല്ലാം നിറയപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ദൈവിക ജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ ദൈവവചനത്തിൽ നിന്ന് തുറന്നു വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് ഒരുങ്ങാം. നിങ്ങൾ ആ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്വർഗത്തിൽ നിന്നും ഭൂവിലിറങ്ങിയ സ്വർഗീയ ഭോജ്യമേ, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം, ആരാധനാ സ്തുതി സ്തോത്രം. ശ്രമപരിശുദ്ധനായ ദൈവം പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ ആരാധനയുടെ അത്ഭുത നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇതാ കർത്താവിന്റെ സാന്നിധ്യം അഭിഷേകമായി, കൃപയായി, ജീവനായി, സൗഖ്യമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ്. ഇരുകരങ്ങളും ദിവ്യകാരുണ്യ തിരുമുൻപിലേക്ക് യാചനാപുറം നമ്മൾ തുറന്നു പിടിക്കുക. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നിങ്ങൾ വിശ്വാസത്തോടു കൂടി നോക്കുക. ഈ ആരാധന ശുശ്രൂഷ കൃതജ്ഞതാ സ്തോത്രമായി ദൈവപിതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് വലിയ ദാഹത്തോടെ, വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക് കർത്താവേ അവിടുത്തെ കൃപയുടെ കരങ്ങൾ നീട്ടണമേ. അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ കർത്താവേ നിന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തണമേ. ഇരുകരങ്ങളും ഈശോയുടെ തിരുമുൻപിലേക്ക് ഉയർത്തി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചു പ്രാർത്ഥിക്കേ. സ്വർഗം ഇറങ്ങി വന്നിരിക്കുന്ന സമയം ഇത്, കൃപയുടെ സമയം, അത്ഭുതത്തിന്റെ സമയം. യേശുവേ, വിളിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ്. മക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ഈ സമയം അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടുകയാണ്, അത്ഭുത കൃപാവരങ്ങൾ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, മഹത്വത്തിന് സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി.